ഫോറസ്റ്റ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 11 ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ മൾട്ടിപ്പിൾ കാൻഡിൽസിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അവിടെ പോയിട്ട് കാണുക. ഈ വീഡിയോയിൽ കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്യാം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ലെവൽസിൽ ട്രാപ്പ് ആകാതെ എങ്ങനെ ട്രേഡ് എടുക്കാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകുക, പഠിക്കുന്നുണ്ടാകുക. അപ്പോൾ വീഡിയോസിലേക്ക് പോവാം. സപ്പോർട്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് സോൺസ് ഐഡന്റിഫൈ ചെയ്യാനും ട്രേഡ് പ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ക്രിയേറ്റ് ആകുന്നത് നോക്കാം. ഹിസ്റ്റോറിക്കലി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈയും ലോയും മാർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഫൈൻഡ് ചെയ്യുന്നത്. മാർക്കറ്റിലെ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, കൺസോൾട്ടേഷൻ, ഈ സിനാരിയോസിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെ വർക്കൗട്ട് ആകും നമുക്ക് നോക്കാം. അപ് ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ നോക്കലാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വളരെ സ്ട്രോങ്ങും റെസിസ്റ്റൻസ് വീക്കും ആയിരിക്കും. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഏരിയയിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടും റെസിസ്റ്റൻസ് ഏരിയയിലെ ഷോർട്ട് സെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ് ട്രെൻഡ് മാർക്കറ്റിൽ നോക്കണം. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അപ് സൈഡിലേക്ക് ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ റെസിസ്റ്റൻസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു സപ്പോർട്ടായിട്ടായിരിക്കും റിയാക്ട് ആകുന്നുണ്ടാകുക. റെസിസ്റ്റൻസ് ഏരിയ ഈസിലി ബ്രേക്ക് ഔട്ട് ആകുന്നതുകൊണ്ട് തന്നെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയാസിൽ ട്രാപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡൗൺ ട്രെൻഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഏരിയാസ് വീക്ക് ആയിട്ടുള്ള ലെവൽസ് ആയിരിക്കും. ഈ ലെവൽസിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടലാണെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാം. റെസിസ്റ്റൻസ് ലെവല് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ലെവൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ലെവൽസിൽ ഒരു ക്യാൻഡിൽസിന്റെ സഹായത്തോടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് എൻട്രീസ് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ആ ലെവൽ വീണ്ടും ടാപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാകുക. ആ ഏരിയാസ് നമുക്ക് ഷോർട്ട് സെല്ലിലുള്ള പ്ലാന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ഫോം ആകുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും മൂവ്മെന്റ് വരുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൺഫോർമേഷന് ശേഷം മാത്രം നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുക. സ്വീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് റിവേഴ്സ് ആകുന്നതിന് പകരം കുറച്ചും കൂടി മുകളിലോട്ടേക്ക് അപ്സൈഡിലേക്ക് പോയതിന് ശേഷമായിരിക്കും റിവേഴ്സ് വരുന്നുണ്ടാകുക. ഈ സമയത്ത് സെല്ലേഴ്സും ബയ്യേഴ്സും ട്രാപ്പ് ആകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാൻഡിൽസിന്റെ ഫോർമേഷന് ശേഷം മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ആയിട്ട് വെക്കുന്നതിന് പകരം കുറച്ചും കൂടി വൈഡ് ആയിട്ട് വെക്കുക. ടാർഗറ്റ് കറക്റ്റ് ആയിട്ട് ഒരു 1:1 1:2 ആ ലെവലിൽ കൊടുത്തിട്ട് മാറാൻ നോക്കുക. മാർക്കറ്റിൽ എപ്പോഴും ഇങ്ങനെയുള്ള കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇല്ലാത്ത പക്ഷം കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള എഫക്ട്സും അതേപോലെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റിയും വളരെ കൂടുതലാണ്. ചാർട്ട് അനാലിസിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോ ടൈം ഫ്രെയിമിലേക്കാണ് വരേണ്ടത്. ആദ്യം നമ്മൾ വീക്ക്ലി ലെവൽസ് അനാലിസിസ് ചെയ്യും. അതിനുശേഷം ഡെയിലി, ഹവർലി, 50 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നമ്മൾ അനാലിസിസ് ചെയ്ത് വരുന്നുണ്ടാവുക. നമ്മളിപ്പോൾ അനാലിസിസ് ചെയ്യുന്നത് യൂറോ USDയുടെ ഒരു ചാർട്ടാണ്. ഇവിടെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. അതിനുശേഷം പ്രൈസ് വീണ്ടും ആ ലെവൽസിലേക്ക്, അതായത് ഒരു സപ്പോർട്ട് ലെവലിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആ ലെവൽസിലേക്ക് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുന്നു. ആ ലെവൽസിലേക്ക് വന്നതിന് ശേഷം മുകളിലോട്ടേക്ക് വരുന്നു, റിയാക്ഷൻ കിട്ടുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു, വീണ്ടും ഒരു സപ്പോർട്ട് പോലെ ക്രിയേറ്റ് ആക്കുന്നു. ആ സപ്പോർട്ട് എന്ത് ചെയ്യുന്നു, പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് റിയാക്ഷൻ വരുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു, വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു, ഡൗൺ സൈഡിലേക്ക് പോകുന്നു. മാർക്കറ്റ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്ന സമയത്ത് തന്നെ ബ്രേക്ക് ചെയ്ത സപ്പോർട്ട് ലെവൽ വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്ന ആ സപ്പോർട്ട് ലെവൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. മാർക്കറ്റ് അങ്ങനെ ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഇങ്ങനെ എപ്പോഴാണ് ഒരു സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യാതെ ആ സമയത്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് അപ്സൈഡിലേക്കുള്ള ഒരു മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ ഒരു അപ്സൈഡിലേക്കുള്ള മൊമെന്റമോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റോ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയി. പക്ഷെ ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിയ സമയത്ത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് ബ്രേക്ക് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു. സപ്പോർട്ട് ലെവൽ എത്തി. സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബൈ എടുത്തിട്ട് വീണ്ടും അപ്സൈഡിലേക്ക് പോയി. ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് പിന്നെ പ്രൈസ് മൂവ്മെന്റ് വന്നത്. അപ്സൈഡിലേക്കുള്ള ഒരു മൊമെന്റവും വന്നിട്ടില്ല. ഒരു സെയിം ഹൈയും അതേപോലെ തന്നെ സെയിം ലോയും മൾട്ടിപ്പിൾ ടൈം ട്രേഡ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഡെയിലി
ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും പിക്ചേഴ്സ് വലുതാണ്. അതായത് നമുക്ക് കാൻഡിൽസിന്റെ എണ്ണം കൂടുതലാണ്. പ്രൈസ് ഇപ്പോൾ ഒരു ലെവൽസ് നിന്ന് റിയാക്ട് ആയിട്ട് അപ്സൈഡിലേക്ക് മൂവ്മെന്റ് വന്നിട്ട് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വിംഗ് ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ റീസെന്റ് ആയിട്ട് വന്നിട്ട് സ്വിംഗ് ഹൈസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്സൈഡിലേക്ക് ഒരു എക്സ്പെക്ടേഷൻ കൂടി വെക്കാൻ പറ്റുന്നതാണ്. അപ്സൈഡിൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഒരു സ്വിംഗ് ഹൈയും കൂടി ഉണ്ട്. നമുക്കിനി നോക്കാൻ പറ്റുന്നത് ഒരു 4 hourലേക്ക് പോവാം. ടൈം ഫ്രെയിം കുറച്ചും കൂടി ചെറുതാക്കി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു പ്രൈസ് മുകളിലോട്ടേക്ക് വന്നിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ തട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രൈസ് ഡൗൺ സൈഡ് വന്നിട്ടുള്ള ലെവൽസ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും ആ ഏരിയ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നു. വീണ്ടും റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് റെസിസ്റ്റൻസ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിങ്ങനെ സപ്പോർട്ട് ഏരിയയിൽ നല്ലൊരു ക്യാൻഡിൽസ് കിട്ടലാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ 4 hour ടൈം ഫ്രെയിമിൽ, ടിക് ടൈം ഫ്രെയിം ആണ് 4 hour എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽസിൽ നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി കൺഫർമേഷനിലെ ബേസിൽ സപ്പോർട്ട് ലെവലിൽ ബൈ എടുക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കൂടുതലും ട്രെയിൽ ചെയ്യാൻ പറ്റും, ഹൈയിലേക്ക് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഒരു 1:2 ലെവലിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രൈസ് ഒരു അപ്സൈഡിലേക്ക് മൊമെന്റം വരാനാണ് ചാൻസ് ഉള്ളത്. ആ റീസെന്റ് ആയിട്ട് വന്നുള്ള റെസിസ്റ്റൻസ് നമുക്ക് ഈസിലി ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതേപോലെ തന്നെ ട്രെൻഡ് ലൈന്, ചാർട്ട് പാറ്റേൺസ്, ഈ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ട്രെൻഡ് ലൈന്, അതേപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ICT കോൺസെപ്റ്റും SMC കോൺസെപ്റ്റും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്പോർട്ടും ട്രെൻഡ് ലൈനും ഈ കാര്യങ്ങളിൽ അറിഞ്ഞാൽ മാത്രമേ എന്താണ് ലിക്വിഡിറ്റി, റീറ്റെയിലിന്റെ മൈൻഡ് സെറ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്